എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതൊരു വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലീനയുടെ അച്ഛൻ സ്റ്റാൻലി ഒരു വലിയ കോടീശ്വരൻ ആണെന്ന സത്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആ സത്യം അറിഞ്ഞ വൈജയന്തി ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം താൻ പണ്ട് ജീവന് തുല്യം സ്നേഹിച്ച സ്വന്തം പഴയ കാമുകൻ സ്റ്റാൻലി ജോസഫിന്റെ മകളാണ് ലീനയെന്ന ആ ഞെട്ടിക്കുന്ന സത്യം വൈജയന്തി ഒടുവിൽ തിരിച്ചറിയുന്നു. സ്വന്തം മകളെ തിരിച്ചറിയാതെ പോകുന്ന വൈജയന്തി ആ സത്യം അറിയാതെ അലീനയെ തകർക്കാൻ നോക്കുമ്പോൾ സ്റ്റാൻലി നേരെ തിരിച്ച് വൈജയന്തിക്ക് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കുവാണ്. ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചാണ് ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അലീന നെടുമ്പുരക്കയിൽ നിന്ന് പെട്ട എല്ലാവരെയും ഉപേക്ഷിച്ച് ലീന ആ പടി ഇറങ്ങി പോയിരിക്കുന്നു. സ്വന്തം അച്ഛൻ സ്റ്റാൻലി ജോസഫിന്റെ കുളത്തുപുഴയിലുള്ള ഒരു വലിയൊരു ബംഗ്ലാവിലേക്കാണ് അലീന എത്തുന്നത്. പൂർവ്വം ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ആ വീട് വിട്ട് അലീന ഇറങ്ങിയത്. പകരം അമ്മയും ബാലചന്ദ്രനെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ് ലീന അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ടും തന്റെ സഹോദരങ്ങളുടെ കാണിക്കുന്ന സ്നേഹക്കൂടുതൽ കൊണ്ടും എല്ലാവർക്കും ഒരു നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാൻ വേണ്ടി അലീന ആ വീട് വിട്ട് ഇറങ്ങുന്നു. സ്വപ്ന തുല്യമായ ആ വലിയൊരു ബംഗ്ലാവിലേക്ക് സ്റ്റാൻലി ജോസഫ് അലീനയെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഇവിടെ അവൾ ഒരു രാജകുമാരിയെ പോലെ പോലെയാണ് സ്റ്റാൻലി ജോസഫ് അവളെ നോക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സ്വന്തം മകളെ തിരിച്ചു കിട്ടിയതിൽ അതിൻ്റെതായ സന്തോഷം ആ അച്ഛന്റെ മുഖത്തുണ്ട്. അവളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. പുതിയൊരു അന്തരീക്ഷത്തിൽ അലീന വളരെ സന്തോഷവതിയാണെങ്കിലും ഇവിടെയുള്ള ജീവിത രീതികളുമായി പൊരുത്തപ്പെടാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. പതിയെ അവൾ അവിടെയുള്ള ബംഗ്ലാവിലെ രീതികളും അലീന ചില മാറ്റങ്ങൾ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് അലീന ഇവിടുത്തെ സാഹചര്യങ്ങൾ മാറ്റുമ്പോൾ അല്ലിക്ക് അതിൽ ചെറിയ വിയോജിപ്പുകൾ തോന്നുന്നുണ്ട്. തന്റെ മകളുടെ ദോഷത്തിൽ അല്ലിയുടെ പിടിവാശികൾ രക്ഷിക്കേണ്ടി വന്നു. അലീനയുടെ മനസ്സിൽ ഒരു തരിമ്പ് പോലും വിഷമം വരാതിരിക്കാൻ സ്റ്റാൻലി ജോസഫ് പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല അലീനയുടെയും സ്റ്റാൻലിയുടെയും സന്തോഷകരമായ ജീവിതം കണ്ട് അസൂയമൂത്ത ചിലർ അവിടെ തന്നെയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ ബംഗ്ലാവിലേക്ക് വരുന്നുണ്ട്. അലീനയെ അവർ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട്. നെടുമ്പുരയ്ക്കലേക്കാളും വലിയ ശക്തമായ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട്. എന്നാൽ അതിനെയെല്ലാം നമ്മുടെ സ്റ്റാൻലി എതിർക്കുന്നുണ്ട്. എന്നാൽ അലീനയ്ക്ക് വേണ്ടി എപ്പോഴും ഒരു സുരക്ഷാ കവചം സ്റ്റാൻലി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീനയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി പോലും കണ്ണുനീർ വീഴാൻ സ്റ്റാൻലി ഒരിക്കലും അനുവദിക്കത്തില്ല. അതുമാത്രമല്ല തന്റെ മകളെ കുറ്റപ്പെടുത്തുവാനോ തന്റെ മകൾക്കു നേരെ എതിർത്ത് സംസാരിക്കുവാനോ സ്റ്റാൻലി ആരെയും അനുവദിക്കില്ലായിരുന്നു. അതുമാത്രമല്ല അലീനയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാണ് ഏത് സമയത്തും സ്റ്റാൻലി. പക്ഷേ നേരത്തെ അയാൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹമെല്ലാം അലീനയ്ക്ക് വേണ്ടി ഇപ്പോൾ സ്റ്റാൻലി വാരി കൊടുക്കുവാണ്. അങ്ങനെ ഈ സുരക്ഷിതത്വത്തിൽ അലീന അവിടെ സന്തോഷവതിയായി തന്നെ ഇരിക്കുവാണ്. അതുമാത്രമല്ല അലീന എവിടെയാണെന്നുള്ള സത്യം വൈജയന്തിക്ക് മാത്രം അറിയില്ല. രഹസ്യം ആരും തന്നെ വൈജയന്തിയോട് പറയുകയും ചെയ്യുന്നില്ല. ഇതിലേക്ക് വേണ്ടി ആരും തയ്യാറാകുന്നതുമില്ല. കൂടാതെ വൈജയന്തിയുടെ ഉള്ളിലെ ദേഷ്യവും അസൂയയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അലീന എവിടെയാണെന്ന് തിരിച്ചറിയാൻ വൈജയന്തി പല വഴിയും നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയെ എവിടെയാണ് സുരക്ഷിതമായിട്ട് വച്ചിരിക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട് വൈജയന്തി. അത് വേറെ ആരോടുമല്ല, ബബിതയോടും കൃഷ്ണമോളോടും രോഹിത്തിനോടും മാറി മാറി ചോദിക്കുന്നുണ്ട് അലീന ഇപ്പോ എവിടെയാണെന്നുള്ള സത്യം. പക്ഷെ ആരും കൃത്യമായിട്ടുള്ള ഒരു മറുപടി ജയന്തി ചോദിക്കുന്നവർക്കാണെങ്കിൽ വൈജയന്തിയുടെ സ്വഭാവം കൃത്യമായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ വൈജയന്തിയോട് യാതൊരു ദയയും ആരും കാണിച്ചിരുന്നില്ല. അമ്മ എന്തിനാണ് ഇപ്പോ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നത്? അമ്മ കാരണമാണ് അലീന ചേച്ചി ഈ വീട് വിട്ടു പോകേണ്ടി വന്നത്. അങ്ങനെയായിരുന്നു കുട്ടികൾ എല്ലാവരും വൈജയ്ക്ക് നേരെ നൽകിയിരുന്ന മറുപടി. എന്നാൽ അവരുടെ ആ വാക്കുകൾ വൈജയന്തിക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. കാരണം അലീന ആ വീട് വിട്ട് പോയിരുന്നു എങ്കിൽ അവളോടുള്ള സ്നേഹം അവർക്ക് ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. അത് മനസ്സിലാകുന്നുണ്ട് വൈജയന്തിക്ക്. അലീന ചേച്ചി എവിടെയാണെന്ന് അറിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് അലീന ചേച്ചിയുടെ അവിടുത്തെ മനസമാധാനം കൂടെ കളയാൻ.
ഒരിടത്തും ചേച്ചിയെ സന്തോഷമായിട്ടിരിക്കാൻ അമ്മ അനുവദിക്കില്ല എന്നുള്ള കാര്യം അവര് ദേഷ്യത്തോടു കൂടെ തന്നെ ചോദിക്കുവാണ് വൈജയന്തിയോട്. താൻ ചെയ്ത തെറ്റ് മക്കൾ തന്നെ ഓരോന്നായി എണ്ണി പറയുമ്പോൾ വൈജയ്ക്ക് മറുപടി നൽകാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉള്ളിലെ ദേഷ്യം കടിച്ചു പിടിച്ചു നിൽക്കാനേ വൈജയന്തിക്ക് കഴിഞ്ഞുള്ളൂ. അലീനയ്ക്കാണെങ്കിൽ താൻ പോയാലും വീട്ടിലുള്ളവർ എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ കഴിയണമെന്ന്, അമ്മ പറയുന്നതെല്ലാം അനുസരിക്കണമെന്ന് ഉപദേശിച്ചിട്ടാണ് നമ്മുടെ അലീന ആ വീട് വിട്ട് ഇറങ്ങിയത്. പരസ്പരം വഴക്കിടാതെ നല്ല കുട്ടികളായി ജീവിക്കണമെന്നും അലീന പ്രത്യേകം ഓർമ്മിപ്പിച്ചു. എന്നാൽ അലീനയുടെ വാക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇതയാണെങ്കിൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. കവിത നേരെ ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുണ്ട്. കവിത നേരെ പഴയ സ്വഭാവം അവിടെ എടുക്കുവാണ്. അവളിലേക്ക് അവളുടെ ആ പഴയ സ്വഭാവം വേഗം തന്നെ തിരിച്ചെത്തി. അലീന തന്റെ സ്നേഹം കൊണ്ട് എത്തിയ നല്ല ശീലങ്ങളെല്ലാം കവിത ആ നഗരത്തിലെ സ്വാതന്ത്ര്യത്തിൽ വലിച്ചുപോയി എന്ന് വേണം പറയാൻ. കവിത വീണ്ടും പഴയ ഒരു ജീവിത രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരു നിയന്ത്രണമില്ലാത്ത ജീവിത രീതിയിലേക്ക് ബബിത മാറിക്കഴിഞ്ഞു. അലീനയുടെ കൂടെയുള്ളപ്പോൾ ബബിത നല്ലൊരു കുട്ടിയായിരുന്നു. എന്നാൽ ഇപ്പോ അവള് വീണ്ടും പഴയ ചീത്ത സ്വഭാവത്തിലേക്ക് എത്തി. നല്ല വഴിക്ക് നടത്താൻ കൂടെ ഒരു ആളില്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് മനുഷ്യർ പഴയ തെറ്റിലേക്ക് തന്നെ പോകുന്നത് എന്നതിന്റെ ഒരു തെളിവ് തന്നെയായിരുന്നു നമ്മുടെ ബബിത. എന്നാലും രോഹിത്തും കൃഷ്ണമോളും വളരെ നല്ല കുട്ടികളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട അലീന ചേച്ചിയോട് എപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുമുണ്ട്. അങ്ങനെ ഒരു ദിവസം രോഹിത്ത് അലീനയോട് സംസാരിക്കുന്ന സമയത്ത് അവൻ ആ ചോദ്യം അലീനയോട് ചോദിക്കുവാണ്. മനസ്സിൽ കുറെ നാളുകളായി കൊണ്ടു നടന്ന ചില സംശയങ്ങൾ ആണ് രോഹിത്തിന് അലീനയോട് ചോദിക്കാൻ ഉണ്ടായിരുന്നത്. എന്നാൽ ചേച്ചിയുടെ സൗണ്ട് കേട്ടതും അവന്റെ സങ്കടങ്ങളെല്ലാം പുറത്തേക്ക് വന്നു. ചേച്ചിക്ക് അവിടെ സന്തോഷം തന്നെയല്ലേ? പുതിയ ആളുകളും വീടുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നുവല്ലോ അല്ലേ എന്ന് രോഹിത്ത് ആകാംക്ഷയോടെ തന്നെ അലീനയോട് ചോദിക്കുന്നുണ്ട്. അതേസമയം അലീന പറയുവാണ്, ഞാനിവിടെ വളരെയധികം സന്തോഷത്തിലാണ്, നീ ഒട്ടും തന്നെ വിഷമിക്കണ്ട. അവിടെ എന്റെ അച്ഛൻ എങ്ങനെയാണ് എന്നെ നോക്കിയത് അതുപോലെ തന്നെയാണ് ഇവിടെയും എന്നെ ഇവിടെയും നോക്കുന്നത്. അങ്ങനെ അലീന പറയുവാണ് രോഹിത്തിനോട്. എങ്കിലും രോഹിത്തിന്റെ മനസ്സിലെ ആശങ്കകൾ പൂർണ്ണമായിട്ടും മാറിയിരുന്നില്ല. ചേച്ചിയെ ഒന്ന് നേരിട്ട് കാണാൻ അവന്റെ മനസ്സ് വെമ്പൽ കൊള്ളുവാണ്. എനിക്ക് ചേച്ചിയെ കാണാൻ വരണമെന്നുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ഞാൻ വരുന്നത് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല എന്ന് രോഹിത്ത് തന്റെ സങ്കടം പങ്കുവെച്ചപ്പോൾ അലീനയുടെ മറുപടി പെട്ടെന്നായിരുന്നു. നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് കടന്നു വരാം. ഇത് നിന്റെ സ്വന്തം വീട് തന്നെയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ രോഹിത്തിന്റെ മനസ്സിൽ കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയത്. അതിനുശേഷം അവൻ ഉടൻ തന്നെ ആ ചോദ്യം അലീനയോട് ചോദിച്ചു. അലീന അമ്പരന്ന് നിന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ രോഹിത് ഒരു ചോദ്യം അലീനയോട് ചോദിച്ചു. അത് കേട്ട് അലീന ഒന്ന് അമ്പരന്നു. അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ചേച്ചി. ഇപ്പോൾ ചേച്ചി നിൽക്കുന്ന വീട്ടിലെ ആ വ്യക്തി ചേച്ചിയുടെ സ്വന്തം അച്ഛനാണെന്ന്. അങ്ങനെയായാൽ ഞങ്ങൾക്കൊന്നും ഇനി ചേച്ചിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല അല്ലേ ചേച്ചി? സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ രോഹിത്തിന്റെ ആ ഒരു ചോദ്യം അലീനയുടെ ഹൃദയത്തെ അത് വല്ലാതെ വേദനിപ്പിച്ചു. എന്തു മറുപടി നൽകണമെന്നറിയാതെ അവൾ ഒരു നിമിഷം നിന്നുപോയി. പക്ഷേ അച്ഛൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു സത്യം ഉണ്ടാകും എന്ന് ഉറച്ച വിശ്വാസത്തിലായിരുന്നു അലീന. ഒരുപാട് ആലോചിച്ചിട്ട് ഒരുപാട് അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷമാണ് അച്ഛൻ എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ വിധി എന്നെ യഥാർത്ഥ വേരുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാത്തുവെച്ച വഴിയായിരിക്കാം അത്. ഞാനും ആ വാക്കുകളെ എന്നെ ഇവിടെ ഒരു സ്വന്തം മകളെ പോലെയാണ് അവർ നോക്കുന്നത്. ഒരു ബുദ്ധിമുട്ടും അവരെന്നെ വരുത്തുന്നില്ല എന്ന് പറയുമ്പോൾ രോഹിത്തിന് അത് വളരെ ആശ്വാസമാകുന്നു. അലീനയുടെ ശബ്ദത്തിലെ ആ സന്തോഷം അനുഭവിച്ചപ്പോൾ രോഹിത്തിന്റെ മനസ്സിലെ എല്ലാ ചിന്തകളും മാഞ്ഞുപോയി. അവിടുത്തെ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ? എല്ലാവരെയും ഒന്ന് കാണുവാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട് എന്ന് രോഹിത്ത് സ്നേഹത്തോടെ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ ഈ രഹസ്യ സംഭാഷണങ്ങൾ എല്ലാം നിന്ന് നമ്മുടെ വൈജയന്തി കേൾക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സ്വകാര്യതകളിലേക്ക് ഒളിച്ചു നോക്കുന്ന അവളുടെ ആ പഴയ സ്വഭാവം ഇവിടെയും വിനയാവുകയാണ്. കുഞ്ഞു നോട്ടത്തിനിടയിൽ വൈജയന്തിയുടെ മനസ്സിലേക്ക് ഒരു 100,000 ചോദ്യങ്ങൾ പാഞ്ഞു കയറിയിരുന്നു. ലീന പോയത് അവളുടെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണെന്ന് വൈജയ്ക്കും വിശ്വസിക്കാനായില്ല. ഇത്രയും വലിയൊരു പണക്കാരൻ അത് ആരായിരിക്കുമെന്നും പിന്നെ എന്തിനാ അലീനയെ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ചതെന്നും ഒക്കെ ഓർത്ത് വൈജയന്തി അമ്പരന്നു നിന്നു. ഇത്രയും നാൾ ഒളിച്ചുവെച്ച ആ രഹസ്യം ബാലചന്ദ്രൻ എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നാലോചിച്ച്
അവളുടെ തല പുകയാൻ തുടങ്ങി. അതേസമയം തന്നെ രോഹിത്തിന്റെ ആവശ്യപ്രകാരം വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ഫോട്ടോകൾ രോഹിത്തിനായി അലീന അയച്ചു കൊടുത്തു. അതിനുശേഷം കോള് കട്ട് ചെയ്ത് രോഹിത്ത് ആ ചിത്രങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കുമ്പോൾ രോഹിത്ത് ആ ഫോട്ടോ നോക്കി ആസ്വദിക്കുന്ന സമയത്ത് ഒരു കൊടുങ്കാറ്റ് പോലെ വൈജയന്തി രോഹിത്തിന്റെ അടുത്തേക്ക് വന്ന് ഫോൺ തട്ടിപ്പറിച്ചു. എന്നുള്ള അമ്മയുടെ ഈ പെരുമാറ്റത്തിൽ രോഹിത്ത് ദേഷ്യത്തോടെ തന്നെ ചാടി എഴുന്നേറ്റു. അമ്മയ്ക്ക് ഇത് എന്തു പറ്റി? എന്റെ ഫോൺ ഇങ്ങോട്ട് തരുന്നുണ്ടോ? അവൻ ദേഷ്യത്തോടെ തന്നെ ചോദിക്കുവാണ്. മകന്റെ ചോദ്യം കേട്ടിട്ടും ഭാവവ്യത്യാസമില്ലാതെ വൈജയന്തിയുടെ കണ്ണ് ഫോണിലേക്ക് തന്നെയായിരുന്നു. കിടന്ന് തിളയ്ക്കാതെട ചെറുക്ക, എന്റെ ഫോൺ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ വൈജയന്തി പരിഹാസത്തോടെ പറയുകയാണ്. ആ അലീന എവിടെയാണ് പോയതെന്നും അലീന ഇനി ആരെയാണ് വലയിലാക്കാൻ പോകുന്നതെന്നും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഫോൺ ഓപ്പൺ ആക്കുന്നുണ്ട്. അലീന ചേച്ചി എന്ന് സേവ് ചെയ്തിരിക്കുന്ന ഫോണിലെ ഓരോ ചാറ്റുകളും ഓരോന്നായി വൈജയന്തി നോക്കുന്നുണ്ട്. എന്നാൽ ആ ചിത്രങ്ങൾ കണ്ടതും വൈജയന്തിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് പോകുന്നതായി വൈജയന്തിക്ക് തോന്നി. എന്റെ പഴയ കാമുകന്റെ കൂടെയാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന രഹസ്യം വൈജ അങ്ങനെ തിരിച്ചറിയുകയാണ്. ഈ സമയം തന്നെ വൈജയുടെ മനസ്സിൽ പഴയ ആ നിമിഷത്തിലേക്ക്, ആഗ്രയിലെ ആ പഴയ ജീവിതത്തിലേക്ക് സഞ്ചരിച്ചു. ആഗ്രയിൽ താൻ ജീവിച്ച ആ 2 വർഷത്തെ ഓർമ്മകൾ ഒരു സിനിമാ റീല് പോലെ അവളുടെ കണ്ണിലേക്ക് മിന്നിമറഞ്ഞു. പ്രായം കുറെ ആയെങ്കിലും സ്റ്റാൻലിയുടെ ആ പഴയ മുഖം മറക്കാൻ വൈജയന്തിക്ക് ഒട്ടും കഴിഞ്ഞിരുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റാൻലിയുടെ ആ മുഖഛായ അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. സ്റ്റാൻലി അലീനയുടെ തോളിൽ കൈയിട്ടു നിൽക്കുന്ന ആ ചിത്രം കണ്ടപ്പോൾ വൈജയന്തി പൂർണ്ണമായും തളർന്നുപോയി. വൈജയന്തിയുടെ ഈ മാറ്റം കണ്ട രോഹിത്ത് പെട്ടെന്ന് തന്നെ വൈജയന്തിയുടെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചു. വൈജയന്തിയുടെ മുഖത്തെ വിളർച്ച അവനിൽ വലിയൊരു സംശയത്തിനു കാരണമായി. അമ്മയ്ക്ക് എന്താണ് അറിയേണ്ടത്? അലീന ചേച്ചിയുടെ സ്വന്തം അച്ഛനാണ്, അയാളുടെ കൂടെയാണ് ചേച്ചി ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് രോഹിത്ത് വൈജയന്തിയോട് പറയുന്നു. ആ വാക്കുകൾ കൂടെ കേട്ടതോടെ വൈജയന്തിയുടെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെടുകയാണുണ്ടായത്. അവൾ ആ സോഫയിലേക്ക് തളർന്നിരിക്കുവാണ്. മനസ്സിലെ ആദി പുറത്തേക്ക് കാണിക്കാതെ വൈജയന്തി വല്ലാതെ വിയർക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പരിഭ്രമത്തോടെ രോഹിത്ത് ചോദിച്ചുവെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിഞ്ഞ രോഹിത്ത് ഫോണും വാങ്ങി പുറത്തേക്ക് നടന്നു. ഈ സമയം തന്നെ വൈജയന്തിയുടെ ഉള്ളിൽ ഒരു വലിയൊരു പർവ്വതം ഉരുകുകയായിരുന്നു. അല്ലിയുടെ മകളാണോ അലീന എന്ന ചോദ്യം അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ എങ്ങനെ ആ കഴക്കൂട്ടത്തിലെ ഓഫണേജിലെത്തി? പിന്നെ വൈജയന്തിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല. എന്റെ ഭൂതകാലവും വർത്തമാനകാലവും ഇങ്ങനെ കൂട്ടിച്ചേർക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ഈ ബാലചന്ദ്രനെ കയ്യിലെടുത്തതുപോലെ ലീന സ്റ്റാൻലിയെയും എന്റെ സ്വാധീനത്തിൽ ആക്കിയതാണോ എന്ന് വരെ വൈജ സംശയിച്ചു പോകുവാണ്. തന്റെ ഭർത്താവ് ബാലചന്ദ്രനാണ് എന്ന സത്യം സ്റ്റാൻലി മനസ്സിലാക്കി കാണുമോ എന്ന് വൈജയന്തിക്ക് ഭയവും കൂടി. ഇത്രയും നാൾ വെറുത്തിരുന്ന അലീന പഴയ കാമുകന്റെ മകൾ ആണെന്ന സത്യം വൈജയന്തിയെ വല്ലാതെ വേട്ടയാടി. അതിനുശേഷം എങ്ങനെയെങ്കിലും സ്റ്റാൻലി ജോസഫിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം എന്നുള്ളത് മാത്രമായി പിന്നീട് വൈജയന്തിയുടെ ലക്ഷ്യം. ലീനയെ അവിടെ നിന്ന് അടിച്ചോടിക്കണമെന്നും ലീനയുടെ തനി സ്വഭാവം അയാളുടെ മുന്നിൽ തുറന്നു കാണിക്കണമെന്നും അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പകയും കാപട്യവും നിറഞ്ഞ വൈജയുടെ മനസ്സ് അച്ഛന്റെ മകളുടെയും ജീവിതത്തിൽ വിഷം കലർത്താൻ വേണ്ടിയുള്ള അത്രപ്പാടിലായിരുന്നു. ലീന അത്ര നല്ല പെണ്ണല്ലെന്ന് ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തണമായിരുന്നു വൈജയന്തിക്ക്. അങ്ങനെയുള്ള ഒറ്റ ചിന്ത മാത്രമായിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ. വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ കാമുകൻ ജീവിച്ചിരിപ്പുണ്ടെന്ന വലിയ രഹസ്യം നമ്മുടെ വൈജയന്തി മനസ്സിലാക്കി കഴിഞ്ഞു. അയാളെ ഒന്ന് നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം വൈജയന്തിയുടെ മനസ്സിൽ സജീവമായി. പഴയ പ്രണയത്തിന്റെ ഓർമ്മകളിൽ നിന്ന് അകലം നീട്ടാനുള്ള ആഗ്രഹം ഉള്ളിൽ ആളിക്കത്താൻ തുടങ്ങി. എന്റെ മകൻ രോഹിത്ത് പോലും അറിയാതെ അവനെ കരുവാക്കി ലീന എവിടെയാണെന്ന് അവളുടെ അച്ഛൻ ആരാണെന്നുള്ള പൂർണ്ണ വിവരങ്ങൾ വൈജയന്തി മനസ്സിലാക്കി കഴിഞ്ഞു. ഒടുവിൽ ഒട്ടും തന്നെ സമയം കളയാതെ അവൾ സ്റ്റാൻലിയുടെ ഫോണിലേക്ക് ബന്ധപ്പെടാൻ ശ്രമിക്കുവാണ്. എന്റെ വാക്കുകൾ കേട്ട് സ്റ്റാൻലി അലീനയെ വിടുമെന്ന് വലിയൊരു വ്യാമോഹത്തിലായിരുന്നു വൈജയന്തി. അതിനുശേഷം അലീന എത്ര മോശക്കാരിയാണെന്നുള്ള അവളൊരു പിഴച്ചവളാണെന്നും ഇതൊക്കെ പറഞ്ഞു വൈജയന്തി സ്റ്റാൻലി ജോസഫിന്റെ മനസ്സു മാറ്റാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ വൈജയന്തിയുടെ ഓരോ ആരോപണങ്ങളിലും അടുത്ത ഭാഷയിലുള്ള മറുപടിയാണ് സ്റ്റാൻലി തിരിച്ചു നൽകിയത്. ഈ ഒരു അമ്മയാണോ വൈജയ് എന്ന മൂർച്ചയേറിയ വാക്ക് അസ്ത്രം പോലെ അവളുടെ നെഞ്ചിലേക്ക് തറച്ചു. നിന്റെ സ്വന്തം മകൾ നിന്റെ മുൻപിൽ ഇത്രയും നാൾ താമസിച്ചു, എന്നിട്ടും അവളെ നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് സ്റ്റാൻലി രോക്ഷത്തോടെ പറയുകയാണ്. സ്വന്തം ചോരയെ തിരിച്ചറിയുന്നതിന് പകരം ഒരു ശത്രുവിനെ പോലെ ആ പാവത്തിനെ നീ ആട്ടി ഓടിച്ചു.
മനസാക്ഷിയില്ലാത്ത അവളുടെ മുന്നിൽ അച്ഛന്റെ പരിഭവവും ദേഷ്യവും അതുപോലെ അണപൊട്ടിയൊഴുകി. എന്നെ ഒന്ന് കാണാനും നിന്റെ സ്നേഹം അനുഭവിക്കാനും മകളായി നിന്റെ കൂടെ ജീവിക്കാനും ഏറെ കൊതിച്ചാണ് അവൾ അവിടേക്ക് വന്നത്. അവളെ ഒരു പട്ടിയെ പോലെ നിരന്തരം ആട്ടി ഓടിക്കാനല്ലേ നിനക്ക് കഴിഞ്ഞുള്ളൂ. അവളുടെ നിസ്സഹായതയും സ്നേഹവും നിന്റെ അഹങ്കാരം കൊണ്ട് ചവിട്ടി മെതിക്കുകയായിരുന്നു. ഇനി നിനക്ക് അവളെ കാണാനും നിന്നോട് സംസാരിക്കാനും യാതൊരു അവകാശവും അവൾക്കില്ല എന്ന് സ്റ്റാൻലി ഉറപ്പിച്ചു കഴിഞ്ഞു. അമ്മ എന്നൊരു സ്ഥാനം പ്രകൃതി നിനക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സ്ഥാനം അലങ്കരിക്കാൻ നിനക്കൊട്ടും തന്നെ അർഹതയിൽ. നീ വെറും അഹങ്കാരിയും സ്വന്തം സ്വാർത്ഥത മാത്രം നോക്കുന്ന സ്ത്രീയാണ്. ഞാൻ പണ്ട് ജീവന തുല്യം സ്നേഹിച്ച, കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച എന്റെ വൈജ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് സ്റ്റാൻലി വേദനയോടുകൂടി തന്നെ ഓർമ്മിപ്പിച്ചു. ഇപ്പോൾ നിന്നെ ഞാൻ വെറുത്തു പോകുകയാണ്. എന്റെ മകൾക്ക് ഞാൻ മാത്രമാണുള്ളത്. അമ്മയായി നിന്നെ പോലൊരു സ്ത്രീയെ വേണ്ട എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാ. അല്ലി തുറന്നു പറയുകയാണ്. പഴയ ഓർമ്മകളുടെ ഒരു നേരിയ ഓർമ്മ പോലും ബാക്കി വെക്കാതെ വൈജയോടുള്ള വെറുപ്പ് രഹസ്യമാക്കി തന്നെ സ്റ്റാൻലി പറയുവാണ്. നിന്റെ വീട്ടിൽ വെച്ച് അനുഭവിച്ച ക്രൂരതകൾ എല്ലാം അറിഞ്ഞ് ആ നിമിഷം മുതൽ എന്നെ അത്രമേൽ വെറുത്തുപോയി വൈജയന്തി. ഇനി നിന്റെ ആ മുന്നിൽ പോയി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്റെ കപട നാടകങ്ങൾ കാണാൻ ഒട്ടും തന്നെ താല്പര്യമില്ല. അലി ദേഷ്യത്തോടെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അലീന മോശക്കാരിയാണെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാനോ കാണാനോ നീ ശ്രമിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ എന്റെ മറുപടി ഇതിലും ഭീകരമായിരിക്കും. ഇതെല്ലാം കേട്ട് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ് വൈജയന്തി. അലിയാണെങ്കിൽ വൈജിക്ക് മറുപടി പറയാൻ പോലും അവസരം കൊടുക്കാതെ നിൽക്കുവാണ്. എനിക്ക് അടുത്ത ദേഷ്യത്തോടെ ആ ഫോൺ കോൾ സ്റ്റാൻലി കട്ട് ചെയ്യുവാണ്. ഒരു നിമിഷം അലിയുടെ ആ വാക്കുകൾ കേട്ട് ആകെ സ്തംഭിച്ച് നിൽക്കുവാണ് വൈജയന്തി. ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.